നമുക്ക് ധാരാളം രൂപങ്ങളുണ്ട്, ധാരാളം നാമങ്ങളുണ്ട്. ചിലർ നമ്മെ ദേവന്മാരുടെ ദേവനായ മഹാദേവൻ എന്ന് വിളിക്കുന്നു, ചിലർ രുദ്രൻ എന്ന് വിളിക്കുന്നു. ചിലർക്ക് നാം ആദിയോഗിയാണ്, ചിലർക്ക് ഭൈരവനും. ചിലയിടത്ത് പശുപതിനാഥനാണെങ്കിൽ ചിലയിടത്ത് നീലകണ്ഠനാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മറ്റൊരു രൂപത്തിന്റെ കഥയാണ് പറയാൻ പോകുന്നത്. ആ കഥയാണ് ബാലശിവന്റെ കഥ. ശിവന്റെ ബാല്യകാലം വലിയൊരു പരീക്ഷണ കാലമായിരുന്നു. ആ അവസരത്തിൽ നമുക്ക് പോലും ഒരു പരീക്ഷണത്തെ നേരിടേണ്ടതായി വന്നു. ആ പരീക്ഷണം നമ്മുടെ തന്നെ മഹാനായ ഒരു ഭക്തന് വേണ്ടിയായിരുന്നു. ഭീഷണകാരന്റെ രൂപത്തിൽ അയാളുടെ വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും പരീക്ഷണമായിരുന്നു. ബാലശിവൻ ഏത് മാതാവിനെയാണോ ലഭിച്ചത്, ആരുടെ സ്നേഹവും വാത്സല്യവുമാണോ ലഭിച്ചത്, അതൊരു സാധാരണ സ്ത്രീയായിരുന്നില്ല. ഋഷി കർദമിയുടെയും ദേവഹുതിയുടെയും പുത്രിയായിരുന്നു. സപ്തഋഷിമാരിലും ശ്രേഷ്ഠനായ മഹാഋഷി അത്രിയുടെ പത്നിയുമായിരുന്നു. അവരുടെ മാതാവാകാനുള്ള ആഗ്രഹം പൂർത്തീകരിക്കാൻ നമുക്ക് ബാലശിവന്റെ രൂപത്തിൽ ജന്മമെടുക്കേണ്ടതായി വന്നു. ആചാര്യ അനസൂയ. ആചാര്യ ഇങ്ങ് തരൂ, ഞാൻ പിടിക്കാം. കുലവതി അനസൂയയ്ക്ക് എന്റെ പ്രണാമം. അകാലത്തിൽ വരൾച്ച വർദ്ധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഗുരുകുലം കുറച്ചു കാലം നാം അടച്ചിടുന്നത് ഉത്തമമാണെന്ന്. ഗുരുകുലത്തിൽ ജലത്തിന്റെയും അന്നത്തിന്റെയും അഭാവമുണ്ട്. നമ്മുടെ ഗുരുകുലത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ആചാര്യ. ഗുരുകുലം അടച്ചിടേണ്ടതായി വരില്ല. ഗുരുകുലം എന്നാൽ അറിവിന്റെ ഭൂമിയാണ്. പ്രകൃതിയുടെ ക്ഷോഭത്താൽ ഭൂമിയിൽ വരൾച്ച ഉണ്ടായി എന്നത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ ആ ഭയത്താൽ എനിക്ക് എന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അവരുടെ വിദ്യാഭ്യാസത്തിന് അഭാവം ഉണ്ടാക്കാൻ സാധിക്കില്ല. വരണ്ടതും ഉപയോഗശൂന്യവുമായ ഭൂമിയോട് അപേക്ഷിക്കുന്നത് വെറുതെയാണ് ആചാര്യ. ഭൂമിയെ കുറ്റപ്പെടുത്തുന്നതും ന്യായപൂർണമല്ലല്ലോ ആചാര്യ. ഗുരുകുലം എങ്ങനെയാണോ മുന്നോട്ട് പോകുന്നത് അങ്ങനെ തന്നെ തുടരുന്നതാണ്. അവിടത്തെ ഇച്ഛ പോലെ. ഈ യജ്ഞം ഉപേക്ഷിച്ച് അവിടുന്ന് ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും പോവുകയാണ്. വരൾച്ചയിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനായി ഗുരുമാതാവ് തപസ്സനുഷ്ഠിക്കാൻ പോവുകയാണ് ആചാര്യ. അവിടുത്തെ പതി ഋഷി അത്രി അതിനല്ലേ യജ്ഞം നടത്തുന്നത്. പിന്നെ അവിടുന്ന് തപസ്സനുഷ്ഠിക്കേണ്ട ആവശ്യമെന്താണ്? ഓ, മനസ്സിലായി. അവിടത്തേക്ക് സ്വന്തം പതിയുടെ ദൈവിക ശക്തികളിൽ വിശ്വാസമില്ല. ശരിയായ ശക്തിക്കും ദൃഢവിശ്വാസത്തിനും ഇവ രണ്ടിനും പ്രദർശനത്തിന്റെ ആവശ്യമില്ല ആചാര്യ ദണ്ഡപാണി. ഈ യജ്ഞത്തിൽ നിന്ന് അവിടുന്ന് മാറി നിൽക്കുന്നത് ഉചിതമെന്ന് തോന്നുന്നുവോ ആചാര്യ? പതിയുടെ ശുഭകാര്യങ്ങൾക്കുള്ള കർമ്മങ്ങളിൽ പങ്കാളിയാകുന്നതിനും ദൗത്യം പാലിക്കുന്നതിനും ഇത് തന്നെയാണ് ഉചിതം. അനിവാര്യവും ഇത് തന്നെയാണ്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ ഭഗവാൻ ഈ ആപത്തിനെ അകറ്റുന്നതിന് തീർച്ചയായും എന്നെ സഹായിക്കുമെന്ന്.
ഒരു പ്രാവശ്യം ഞാൻ ഈ ഗുരുകുലത്തിന്റെ കുലപതിയായി മാറിയാൽ പിന്നെ കണ്ടോളൂ, ഞാൻ ഇവിടുത്തെ ശിവഭക്തി എങ്ങനെയാണ് എന്നേക്കുമായി ഇല്ലാതാക്കുകയെന്ന്. ഓം നമഃ ശിവായ. ശ്രദ്ധിക്കൂ, ഒന്ന് വേഗമാകട്ടെ, പുറപ്പെടാനുള്ള സമയമായിരിക്കുന്നു. എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ എന്താണെന്ന്. നിനക്ക് ഈ കൂവളത്തിന്റെ ഇല ആദ്യം തന്നെ മഹാദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം, അല്ലേ? വേഗം വരൂ, സൂര്യോദയത്തിനുള്ള സമയമായിരിക്കുന്നു. പെട്ടെന്നാവട്ടെ. പക്ഷികളെ, പാർവതി മാതാവിന്റെ പ്രിയ പുഷ്പങ്ങൾ നിങ്ങൾ ശേഖരിച്ചല്ലോ, അല്ലേ? ആശ്ചര്യം, അതിസുന്ദരം. മാധവ് പ്രസന്നയാവുന്നതാണ്. നന്ദി, നിങ്ങൾക്കെല്ലാവർക്കും ദേവി പാർവതിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രഭു ഭോലേനാഥിന്റെ പ്രസന്നതയെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. മഹാദേവനെ കുറിച്ച് ചിന്തിക്കാൻ അങ്ങുണ്ടല്ലോ ഋഷിഭൃംഗി. അതെ, ഞാനുണ്ടല്ലോ. പക്ഷെ കണ്ടില്ലേ, ഈ കൂവളത്തിന്റെ മുള്ളുകൾ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഋഷിഭൃംഗി, അങ്ങയുടെ വാക്കുകളിൽ നിന്ന് ബോധ്യമാകുന്നത് അങ്ങ് മഹാദേവനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കൂവളത്തിന്റെ മുള്ളുകളെ സ്വന്തമായി കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇവയും അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവ തന്നെയല്ലേ? നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണ് നന്ദി? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ്: അദ്ദേഹത്തെ എന്ന പോലെ തന്നെ ഇവയും സ്വന്തമായി കാണുക. അപ്പോ വേദനിക്കില്ല, സുഖാനുഭവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാ ശരി, നമുക്ക് പോവാം. വരൂ.
शंकर संकट हरना हो शिव कैलाशों के वासी काली धारों के राजा शंकर संकट हरना शंकर संकट हरना उमापति महादेवन पार्वतीपति महादेवन हर हर महादेवा 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 ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ओम नमः शिवाय ഗൗരി, എനിക്ക് പോയി മതിയാകൂ. हर हर महादेव നിർത്തൂ. ഇന്ന് അർച്ചനയുടെ പുഷ്പങ്ങൾ അർപ്പിക്കാൻ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. ओम नमः शिवाय ओम नमः शिवाय അസംഭവ്യം. പക്ഷേ ഇത് സത്യമാണ്. എന്നോട് ക്ഷമിച്ചാലും ഗുരുവേ, എന്റെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് വെച്ചാ അങ്ങേക്ക് ഒരിക്കലും കുലപതിയാകാൻ കഴിയില്ലെന്ന്. ഒരിക്കലും.
എന്റെ വിളി കേട്ട് അങ്ങ് ശീഘ്രം തന്നെ ആഗതനായല്ലോ പ്രഭു. നാം ഇവിടെ തന്നെയുണ്ട്, സ്ഥായിയായ ഭാവത്തിൽ അനാദികാലങ്ങളായി. പുറപ്പെടാനുള്ള വിഷമവും വരാനുള്ള ധൃതിയിൽ നിന്നും മുക്തനായിക്കൊണ്ട് സൃഷ്ടിയിലെ ഓരോ കണത്തിലും ഞാൻ ഉപസ്ഥിതനാണ്, സർവവ്യാപി. എവിടെയും പോയില്ലെങ്കിൽ വരുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തിനാണ്? എന്നാലും ആരും നമ്മെ സ്വയം കാണാനായി ശ്രമിക്കുന്നില്ല. ഇന്ന് അവിടുന്ന് നമ്മെ വിളിച്ചു. അപ്പോൾ എങ്ങനെയാണ് വരാതിരിക്കുക? വന്നല്ലേ മതിയാകൂ. ഞാൻ എന്ത് പറഞ്ഞാണ് അങ്ങയോട് നന്ദി അറിയിക്കേണ്ടത് മഹാദേവ? ഒരു മാതാവ് തന്റെ പുത്രന് നന്ദിയുടെ ശരശയ്യയല്ല, ആശീർവാദത്തിന്റെ കവചമാണ് നൽകേണ്ടത് മാതാവേ. കണ്ടോ കണ്ടോ, എന്റെ ഗുരുമാതാവിന്റെ തപസ് ഫലം കണ്ടിരിക്കുന്നു. മഹാദേവന്റെ ശക്തിയാൽ ജലമുണ്ടായിരിക്കുന്നു. വരൾച്ച അവസാനിച്ചിരിക്കുകയാണ്. ഗുരുമാതാവേ, ദേവി, മഹാദേവൻ എന്നെ മാതാവ് എന്നാണ് അഭിസംബോധന ചെയ്തത്. ദേവി, സ്വന്തം കുടുംബത്തിന്റെ നന്മയ്ക്കായി സമർപ്പിച്ച അവിടുത്തെ ഈ ജീവിതം ഒരു ഉദാഹരണമാണ്. അവിടുത്തെ മാതൃത്വഭാവത്തിന് മൂല്യം നിർണയിക്കുക എന്നത് അസംഭവ്യമാണ് ദേവി. ഋഷിവര്യ, ദേവി അനസൂയയുടെ ഈ ഭഗീരഥ പ്രയത്നം പ്രശംസനീയമാണ്. ഇന്നു മുതൽ അവിടുന്ന് ഭാഗീരഥി എന്ന നാമത്തിൽ അറിയപ്പെടുന്നതാണ്. ആചാര്യ, ഇത് ശുഭകരമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടായി, എന്തുകൊണ്ട് എന്റെ ഗൃഹത്തിലും ഒരു ശുഭകാര്യം ചെയ്തുകൂടാ എന്ന്. എന്ത് ശുഭകാര്യമാണ് സുലോചന? മൂത്ത മകൾ കലാവതിയുടെ കന്യകാ പൂജ. അത് വളരെ നല്ല ചിന്തയാണ് സുലോചന. മകളായാലും ഭൂമിയായാലും രണ്ടിനും വ്യത്യാസം വരുന്നില്ല. പൊയ്ക്കോളൂ, പോയി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കൂ. എങ്കിൽ കന്യകാ പൂജയുടെ ആരംഭം അവിടുന്ന് തന്നെ നിർവഹിച്ചാലും ആചാര്യ. ഇത് സുവർണാവസരമാണ്. ഇത് കുടിക്കൂ. എനിക്ക് വേണ്ട, ദാഹിക്കുന്നില്ല. ജയ, നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. ഉമയുടെ ക്രോധം ഉചിതം തന്നെയാണ്. ഞാൻ പറയുന്നത് മഹാദേവൻ വന്നാൽ അദ്ദേഹത്തോട് സംസാരിക്കുകയേ വേണ്ടെന്നാണ്. അതെ, അവിടുന്ന് പത്നിയല്ലേ. പതിയുടെ ധർമ്മമാണ് പത്നിയോട് എല്ലാ കാര്യവും പറയുക എന്നത്. ശാന്തരാകൂ രണ്ടാളും. നമ്മെ തനിച്ചു വിടൂ, ഏകാന്തമായി വിടൂ. നോക്കി, ഇനി ദേവിക്ക് ഏകാന്തമായി ഇരിക്കാൻ സാധിക്കില്ലല്ലോ വിജയ. അതെ, മഹാദേവൻ വന്നല്ലോ. സ്വാമി വന്നു. ദേവിക്കുള്ള ജലമാണ്.